മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഇന്ന് ഇടത് സംഘടനകളുടെ രാപ്പകൽ സമരമാണ്. കേരള ഹൗസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് ഇടത് സംഘടനകളുടെ പ്രതിഷേധ മാർച്ച്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, CK ശശീന്ദ്രനെ കാണുന്നുണ്ട്, റഫീഖിനെ കാണുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തമുണ്ട്. എത്രത്തോളം പ്രവർത്തകരും നേതാക്കളും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്? പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊന്നും സ്വാഭാവികമായും കയറ്റിവിടാൻ സാധ്യതയില്ല. എവിടെ വെച്ചായിരിക്കും മാർച്ച് തടയുക? ഇടതുമുന്നണി പ്രവർത്തകരാണ് ഇവിടെ ജന്തർ മന്ദിറിൽ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വയനാട്ടിൽ നിന്നുള്ള ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ MP-മാർ വി ശിവദാസൻ MP, ഒപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള സച്ചിദാനന്ദം CPM-ന്റെ MP സച്ചിദാനന്ദം തുടങ്ങിയവരെല്ലാം സമരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സമരം ഇന്നും നാളെയുമാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഒപ്പം ആനി രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ 2000 കോടി രൂപ ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും ദുരന്തത്തിന്റെ ഭാഗമായിട്ട് പുനരധിവാസത്തിന് വേണ്ടി അനുവദിക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാത്രി യാത്രാ നിരോധനം, അതിന്റെ കൂടെ തന്നെ വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ഫണ്ടെല്ലാം ലഭ്യമാക്കണമെന്നും ഈ സമരത്തിന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കൊപ്പം P. കൃഷ്ണപ്രസാദ് കൂടി ചേരുന്നു. സമരം 2 ദിവസം ആയിട്ട് ഇവിടെ തുടരാൻ ഉദ്ദേശിച്ചത്. ഇന്നും നാളെയായിട്ടാണ് സമരം ഉള്ളത്. ഇവിടുത്തെ ഇതനുസരിച്ച് ഇവർ സമയമൊക്കെ നിശ്ചയിച്ച് രാവിലെ 10 മുതൽ 1 മണി വരെയാണ് പെർമിഷൻ കൊടുക്കുന്നത്. അതുകാരമുള്ള പെർമിഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി 2 ദിവസമായി ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമരം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ദേശീയതയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരുമിച്ച് വന്ന ഒരു ബഹുദേശീയ രാജ്യമാണ്. ഇവിടെ മലയാളികളുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, അതുപോലെ ഒറീസക്കാർ, ബംഗാളികൾ, പഞ്ചാബികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞാൽ മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു ബഹുദേശീയ രാജ്യമാണ്. ഇവിടെ എല്ലാവരെയും ഒരേപോലെ ക്വിറ്റബിളായി കാണുക, എല്ലാവർക്കും അവർക്ക് അപകടം വരുന്ന സമയത്ത് ശരിയായി അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി തയ്യാറാവുക, ഇത് പ്രധാനമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ്. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റാണ്. രാജ്യത്തിൻ്റെ ദേശീയതയെക്കുറിച്ച് BJP-യുടെ സങ്കുചിത കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് കൊണ്ടാണ് ഈ അപകടം വരുന്നത്. ഇന്നലെ തമിഴ്നാട്ടിൽ നമ്മൾ കേട്ടു, മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ നികുതി അടയ്ക്കുന്നത് നിർത്തേണ്ടി വരും. സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത് നമുക്കറിയാം. ഈ രാജ്യത്തെ അപകടത്തിലേക്കാണ് BJP നയിക്കുന്നത്. എന്തായാലും മുണ്ടക്കയിലും ചൂരൽമലയിലും അപകടം നേരിടേണ്ടി വന്ന 8 ആളുകൾ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കണം കേന്ദ്ര സർക്കാർ എന്ന ആവശ്യമാണ് വയനാട്ടിലെ ഈ ഇടതുമുന്നണി പ്രവർത്തകർ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.